എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. രാമായണത്തിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുമ്പോൾ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു കഥാപാത്രമാണ് ശൂർപ്പണഖ അല്ലേ? ശൂർപ്പണഖയെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. ശൂർപ്പണഖയ്ക്കുണ്ടായിട്ടുള്ള അംഗച്ഛേദത്തെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. വിശ്രവസന് കൈകസിയിൽ 4 കുട്ടികളാണ് ഉണ്ടായത്. ആദ്യത്തെ ആള് രാവണൻ, രണ്ടാമത്തെ ആള് കുംഭകർണൻ, മൂന്നാമത്തെ ആള് ശൂർപ്പണഖ, നാലാമത്തെ ആള് വിഭീഷണൻ. ഇങ്ങനെയാണ് 4 കുട്ടികൾ. അതിൽ മൂന്നാമത്തവളും ഏറ്റവും സുന്ദരിയായിരുന്നവളും ഏറ്റവും അധികം മായാജാലങ്ങളൊക്കെ അറിയായിരുന്നവളും ഒപ്പം നഖങ്ങൾ ശൂർപ്പം പോലെ മുഖം പോലെ വലുതായിരുന്നവളുമാണ്. അതുകൊണ്ട് ആ പേര് ശൂർപ്പണഖ എന്ന് ആ കുട്ടിക്ക് പേരുണ്ടായി എന്നാണ്. നഖം മുറം പോലെയുള്ളവൾ എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. നോക്കൂ, ലങ്കയുടെ അധിപനാണ്, ലങ്കാ രാജാവാണ് രാവണൻ. ആ ലങ്കയിലെ രാജകുമാരിയായിരുന്നു ശൂർപ്പണഖ. ശൂർപ്പണഖ ഏട്ടന്മാരോടൊക്കെ വലിയ സ്നേഹമുള്ള ഒരു അനിയത്തിക്കുട്ടിയായിരുന്നു. ശൂർപ്പണഖയുടെ വിവാഹം മുമ്പ് കഴിഞ്ഞിട്ടുണ്ടെന്നും ആ വിവാഹത്തിൽ ഏർപ്പെട്ടുണ്ടായിരുന്ന ഒരു ഭർത്താവിനെ രാവണൻ അബദ്ധത്തിൽ വധിച്ചു എന്നും ഇനി ആരെയാണോ അങ്ങ് വിവാഹം കഴിക്കുന്നത് അത് ഞാൻ തന്നെ താല്പര്യപ്പെട്ടിട്ട് നടത്തി തരാമെന്നൊക്കെ രാവണൻ ശൂർപ്പണഖയ്ക്ക് വാക്കു കൊടുത്തു എന്നൊക്കെ പൂർവ്വകഥകളുണ്ട്. എന്തായാലും അതൊക്കെ ആ ഭാഗത്തിരിക്കട്ടെ. ഇപ്പോൾ ശൂർപ്പണഖയെ നമ്മൾ എങ്ങനെയാണ് സ്മരിക്കാറുള്ളത്? നമുക്ക് എല്ലാവർക്കും അറിയാം. പഞ്ചവടിയിൽ ഭഗവാൻ സീതാദേവിയോടൊപ്പം ലക്ഷ്മണസ്വാമിയോടൊപ്പം വനവാസത്തിൽ പാർക്കുന്ന കാലത്താണ് ശൂർപ്പണഖയുടെ ഒരു പ്രവേശനം രാമായണത്തിൽ പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശൂർപ്പണഖ ഇങ്ങനെ രാത്രിയും രാവിലെയും കാട്ടുകൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് പല ആൾക്കാരെയും കാണും. ദുർബലരായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഒരു പിശാചിനിയെ പോലെ വധിക്കും. അതിൽ ഏറ്റവും സൗന്ദര്യത്തോടുകൂടി ശൂർപ്പണഖ ഇന്നേ കാലത്തിനിടയ്ക്ക് കണ്ട ഏറ്റവും പുരുഷോത്തമനായിട്ടുള്ള ഒരാളായിരുന്നു ശ്രീരാമസ്വാമി. ശ്രീരാമനെ കണ്ടതോടുകൂടി ശൂർപ്പണഖയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു അധിനിവേശം, പ്രേമം എത്രയാന്ന് പറഞ്ഞാൽ മതിയാവില്ല. അത്രയധികം അനുരാഗം, സ്നേഹം, ഇയാളെ ഭർത്താവായിട്ട് വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ പറയുകയാണെങ്കിൽ ഒരു കാമചിന്തയാണ് ശൂർപ്പണഖയ്ക്ക് ഉണ്ടായത്. അത് ഭഗവാന്റെ ശരീര സൗന്ദര്യം കണ്ടിട്ട് ഉടനെ തന്നെ തൻ്റെ ഈ രാക്ഷസ രൂപം മാറ്റി അതിചൈതന്യവതിയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ഒരു രാജകുമാരിയുടെ വേഷത്തിൽ ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് ശൂർപ്പണഖ പോവുകയും തൻ്റെ പ്രണയ അഭ്യർത്ഥന നടത്തുകയും ചെയ്തു. ഭഗവാൻ പറയുന്നുണ്ട് ശൂർപ്പണഖയോട്, ഞാൻ ഏകപത്നി വ്രതനാണ്, ഞാൻ ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അയാളെ അല്ലാതെ ജീവിതത്തിൽ ഇനി ഞാൻ ഒരാളെ വിവാഹം കഴിക്കില്ല. പിന്നെ എൻ്റെ കൂടെ ഒരാളുണ്ട്, എൻ്റെ അനുജൻ ലക്ഷ്മണൻ. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല, അയോധ്യയിലാണ്. അതുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചോളൂ എന്നാണ് അത്ര ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ ശൂർപ്പണഖ രാമനെ കിട്ടില്ല എന്ന് ഉറപ്പായതോടുകൂടി ലക്ഷ്മണനെങ്കിൽ ലക്ഷ്മണൻ എന്ന് കരുതി ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പോയി. ലക്ഷ്മണനാണെങ്കിലോ അദ്ദേഹം പറഞ്ഞു, ഞാനും വിവാഹിതനാണ്, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല, എനിക്ക് ആകെയുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഏട്ടനെയും ഏട്ടത്തിയമ്മയും നോക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്വം. ഇതിൻ്റെ ഇടയിൽ കല്യാണത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കണില്ല, ഏട്ടനോടനെ പോയി പറഞ്ഞോളൂ. വീണ്ടും ശൂർപ്പണഖ ശ്രീരാമസ്വാമിയുടെ അടുത്തെത്തി. ഭഗവാൻ വീണ്ടും ഈ പറഞ്ഞതൊക്കെ തന്നെ ഒന്നുകൂടെ പറഞ്ഞു, ലക്ഷ്മണന്റെ അടുത്തേക്ക് വിട്ടു. ഇങ്ങനെ ഒരു പന്ത് തട്ടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ശൂർപ്പണഖ പോയിക്കൊണ്ടേയിരുന്നു എന്നാണ്. കുറെ കഴിഞ്ഞപ്പോൾ ശൂർപ്പണഖയ്ക്ക് മനസ്സിലായി ഏട്ടനും അനിയനും കൂടെ തന്നെ അപഹസിക്കുകയാണ്, കളിയാക്കുകയാണ്. രാമനെ തനിക്ക് കിട്ടാതിരിക്കാനുള്ള കാരണം രാമൻ ഏകപത്നി വ്രതനായതുകൊണ്ടാണല്ലോ. കല്യാണം കഴിച്ചു, അതാരാ? ഈ കാണുന്ന സീത. അപ്പൊ ഈ സീത ഇല്ലാണ്ടായി കഴിഞ്ഞാൽ രാമനെ എനിക്ക് കിട്ടുമല്ലോ എന്ന് കരുതി തൻ്റെ ആ പൂർവ്വരൂപത്തെ പ്രാപിച്ചു ശൂർപ്പണഖ. അത്യന്തം ഘോരമായിട്ടുള്ള രാക്ഷസ സ്ത്രീയായിട്ട് ശൂർപ്പണഖ മാറുകയും സീതയെ വധിക്കാനായി അങ്ങോട്ട് പാഞ്ഞെടുക്കുകയും ചെയ്തു എന്നാണ്. ആ സമയത്ത് ലക്ഷ്മണസ്വാമി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വാളുകൊണ്ട് ശൂർപ്പണഖയുടെ അംഗങ്ങൾ വെട്ടി വിരൂപയാക്കി പറഞ്ഞയച്ചു എന്നുമാണ് കഥ. ശൂർപ്പണഖ ആദ്യം പോയത് തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാവണന്റെ അടുത്തേക്കായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദര സ്ഥാനീയനായിട്ടുള്ള ഖരൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു രാക്ഷസൻ ഉണ്ടായിരുന്നു. ആ ഖരനോടാണ് ആദ്യം പോയി ശൂർപ്പണഖ പരാതി പറയുന്നത്. ഇങ്ങനെ 2 താപസന്മാരും ഒരു പെണ്ണും കൂടെ കാട്ടിലുണ്ട്, എന്നെ ഈ കോലത്തിലാക്കി വിട്ടത് അതിലൊരുത്തനാണ്, പോയി പകരം ചോദിച്ചിട്ട് വരുമെന്ന്. അങ്ങനെയാണ് ഖരദൂഷണന്മാർ ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഖരനെയും ദൂഷണനെയും ഭഗവാൻ വധിക്കുന്നു. ആ ഭഗവാന്റെ യുദ്ധത്തിൻ്റെ തീവ്രത മനസ്സിലാക്കിയ ശൂർപ്പണഖയ്ക്ക് മനസ്സിലാവുന്നു, ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഇവരെ കൊണ്ടൊന്നും സാധിക്കില്ല, അത് രാവണനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന്. അങ്ങനെയാണ് ലങ്കയിൽ ചെന്ന് തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാവണനോട് രാമനെക്കുറിച്ച് മാത്രമല്ല സുന്ദരിയായിട്ടുള്ള സീതയെക്കുറിച്ചുകൂടി ശൂർപ്പണഖ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്.
കാരണം രാമനെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്കുണ്ടായിട്ടുള്ള ഈ വൈരൂപ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഏട്ടൻ ഇറങ്ങി പുറപ്പെടുന്നുള്ള ധാരണ ചിലപ്പോൾ ശൂർപ്പണഖയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. മറിച്ച് സുന്ദരിയായിട്ടൊരു സ്ത്രീ അവിടെ ഉണ്ട്, അത്രയും സൗന്ദര്യം വേറെ ആരിലും കണ്ടിട്ടില്ല, മഹാലക്ഷ്മിക്ക് സമമാണ് ആ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ആ സൗന്ദര്യം കാണാനായിട്ട് ആ സ്ത്രീയിൽ മോഹമുണ്ടായി രാവണൻ ഇറങ്ങി പുറപ്പെടുന്നു ചിലപ്പോൾ ശൂർപ്പണഖ ചിന്തിച്ചിട്ടുണ്ടാവാം. എന്തായാലും അങ്ങനെയാണ് രാവണന്റെ അടുത്തേക്ക് ഈ രാമലക്ഷ്മണന്മാരെക്കുറിച്ചും സീതാദേവിയെക്കുറിച്ചുമുള്ള ഒരു വിവരണം ശൂർപ്പണഖ പങ്കുവയ്ക്കുന്നത്. പിന്നീട് അങ്ങോട്ടുണ്ടായതൊക്കെ ചരിത്രമാണ്, അത് നമുക്ക് അടുത്ത അധ്യായങ്ങളിൽ പങ്കുവയ്ക്കാം.